ആ പണി, പ്രൂഫ് റീഡിങ്, പിന്നെ മരുന്ന് ഉണ്ടാക്കൽ, മരുന്ന് അരക്കൽ, മരുന്ന് ഉണ്ടാക്കൽ, പിന്നെ ഫിറ്റർ, ഓട്ടോമൊബൈൽ ഫിറ്റർ, പിന്നെ മാന്ത്രികന്റെ സഹായി, തിയേറ്റർ കല, മാന്ത്രികന്റെ സഹായി. അന്തർമുഖനാണ് ബഷീർ അവരുടെ. പക്ഷെ മാന്ത്രികന്റെ സഹായി ആകുമ്പോൾ അങ്ങനെ ആവാൻ പറ്റില്ല, ബഹിർമുഖത്വം വേണം. തിയേറ്ററാണ് മാന്ത്രികന്റെ സഹായി. പിന്നെ സെയിൽസ് ഏജന്റ്, പാൻസ് ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡ് പാൻ്റെ ഉള്ളിൽ ഇറക്കി മാന്യമായിട്ട് ടൈൽ കെട്ടി അങ്ങനെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, സെയിൽസ് ഏജന്റ്. പിന്നെ കൈനോട്ടക്കാരൻ, നമ്പൂരിയുടെ പുസ്തകമായ ചിത്രമുണ്ട്, പക്ഷേ കൈനോട്ടുന്ന പടം വരച്ച കൈനോട്ടക്കാരൻ. കൈനോട്ടക്കാരനായിട്ട് ഏറ്റവും പക്ഷേ വിഷമിച്ചിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് ഇരിക്കണ്ടേ പക്ഷെ വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ടാവും ആ സന്ദർഭത്തിലായിരിക്കും. അതുപോലെ ട്യൂഷൻ മാസ്റ്റർ, പിന്നെ കപ്പലിൽ പോയി കപ്പലിന്റെ ഖലാസി, ഹിന്ദു സന്യാസി, കുറിയൊക്കെ 3 നിരകളുണ്ട്, ഹിന്ദു സന്യാസിയായിട്ട് ജീവിച്ചു. പിന്നെ ഹിന്ദുവായിട്ടൊന്നുമില്ല, അതുപോലെ സൂഫി സന്യാസിയായിട്ട് ജീവിച്ചു. ഇത് വല്ലാത്തൊരു പട്ടിക വായിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത് ആലോചിച്ച് നോക്കും, ഇത് ഒരു മനുഷ്യൻ നൽകുന്ന അനുഭവങ്ങൾ എന്തായിരുന്നു. ഞങ്ങൾ അധ്യാപകർക്കൊന്നും പറഞ്ഞ് വിശദീകരിക്കാനാവാത്ത അതിതീക്ഷ്ണമായിട്ടുള്ള അത്യന്തം വൈവിധ്യപൂർണമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളെ പറയുന്നുള്ളൂ, എന്തൊക്കെയാണ് അത് ചെയ്തതെന്ന് പറയുന്നില്ല. MP മുഹമ്മദിനെ പോലെ, MT വാസുദേവനെ പോലെ, KA കൊടുങ്ങല്ലൂരിനെ പോലുള്ള അദ്ദേഹത്തിന്റെ ഉറ്റ മിത്രങ്ങളോട് പല സന്ദർഭങ്ങളായി പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ പട്ടികയും അവരെഴുതി വെച്ചോണ്ട് നമുക്ക് ഈ പട്ടിക ഉണ്ടാക്കാൻ പറ്റുന്നു. അതായത് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് ബഷീർ ഉൾപ്പെടുത്താം. അങ്ങനെ ആ അനുഭവങ്ങളാണ് വാസ്തവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് സൃഷ്ടിച്ചെന്ന് പറയാം. ഈ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ അദ്ദേഹം കുറെ എഴുതിയിട്ടുണ്ട്, കുറെ എഴുതിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദർശനം രൂപപ്പെടുത്തുന്നതിൽ ഈ വിശാലമായ അന്വേഷണം. പിന്നെ കുമാരനാശന്റെ യാത്രകളെ കുറിച്ച് സജീവ് പറഞ്ഞു. അതേപോലെ ഇദ്ദേഹത്തിന് കുമാരനാശൻ എഴുതാൻ സുരക്ഷിതമായിട്ടുള്ള അദ്ദേഹം സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഡോക്ടർ പൽപുവിനെ പോലെ വിചിത്രമായ രീതിയിൽ ജീവിച്ച ആളുകൾ. ഡോക്ടർ പൽപു പിന്നെ എന്താണ് അദ്ദേഹം അറിയണ്ട, ബാംഗ്ലൂർ മൈസൂരിൽ താമസിക്കുന്ന അറിയേണ്ട കഥ തന്നെ പറയാം. പിന്നെ പൽപ്പു ഈ തണുപ്പ് കാലത്ത്, പണ്ടുകൂടെ വലിയ തണുപ്പല്ലേ, തണുപ്പ് കാലത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് രാത്രി മുങ്ങിക്കളയും. കേട്ടിട്ടുണ്ടോ കഥ? കഥയല്ല സംഭവം. മുങ്ങിക്കളയും, കുതിരവണ്ടിയിൽ ഒറ്റയ്ക്ക് പുറത്തു പോകും. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് സ്വാഭാവിക സംശയമുണ്ടായി, ഇയാൾക്ക് വേറെ ഏതോ സ്ത്രീകളുടെ അടുപ്പുണ്ടോ, ഇയാളുടെ രാജാവിന്റെ ഡോക്ടറൊക്കെ. അപ്പോൾ VIP ആണ്, എന്തോ അടുപ്പുണ്ടോ, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഭഗവതിയമ്മക്ക് മാനസിക അസ്വസ്ഥയുണ്ട്. അപ്പോൾ നല്ല ദാമ്പത്യമല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണ് സംശയം വന്നു. പക്ഷേ ഇദ്ദേഹം പോകുന്നത് മിക്കവാറും ഒരു ഈ വൂളൻ മർച്ചന്റിനുണ്ട്, ഈ കമ്പിളി വിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ 10 കമ്പിളി വാങ്ങിക്കും, ആ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പീടികത്തിൻ്റെ ആളുകൾ ഈ തണുപ്പിൽ, ബാംഗ്ലൂരിൽ മൈസൂരിൽ തണുപ്പിൽ കിടക്കും, അതിനെ കടച്ചുകൊണ്ടിരുന്നില്ല, അവർക്ക് പുതപ്പിക്കും. തിരുവിതാംകൂറിൽ പോയി ഡോക്ടറായിട്ട് പണി കൊടുക്കില്ല, ഇയാൾ തീയനാണ്, ഈഴവനായതുകൊണ്ട് പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആണ് ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മൈസൂരൊക്കെ വരുന്നത്. ആ മനുഷ്യർക്ക് ഡോക്ടർ പൽപ്പു, അതൊക്കെ വിചിത്രമായ അദ്ദേഹം ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവിടെ എഴുതി അത് കുമാരനാശാന്റെ K. സുരേന്ദ്രൻ എഴുതിയിട്ട് ആത്മകഥയുടെ പിന്നാമ്പുറത്ത് ഒരു ചെറിയ കുറിപ്പ് പോലെ കൊടുത്തിരുന്നത്. അതാണ് ഞങ്ങളുടെ റെഫറൻസ് പറയണല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് തോന്നും. അല്ല, ഇത് ആ പുസ്തകത്താണ് ഞാൻ വായിച്ചത്, K. സുരേന്ദ്രൻ എഴുതിയിട്ട് കുമാരനാശാൻ എന്ന ജീവിതത്തിലാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വിചിത്രമായ കാര്യം, വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അയാളേക്കാൾ വൈചിത്രമുള്ള കാര്യമാണ് ആശാന്റെ കാര്യത്തിൽ, അല്ല ബഷീറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ട്. ഇത്രയും ജീവിതം അദ്ദേഹം ഈ 5 കൊല്ലം കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. പിന്നീടാണ് നേരത്തെ പറഞ്ഞ പോലെ അത് എറണാകുളത്തേക്ക് തിരിച്ചു വരുന്നത്, പത്രപ്രവർത്തനം ആരംഭിച്ചു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആണ് അദ്ദേഹത്തിന് പ്രത്യക്ഷ ദൈവം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യക്ഷ ശത്രു ഉണ്ടായ കാലമാണ് അത് CP രാമസ്വാമി അയ്യരാണ്. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പത്രം, ജനക്ഷേമത്തിന് വേണ്ടിയുള്ള പത്രം, ജനങ്ങളുടെ അഭിപ്രായം പൊതുവെ പരസ്യപ്പെടുത്താൻ സന്ദർഭങ്ങളില്ലാത്ത എല്ലാ മാധ്യമങ്ങളെയും CP നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ മനോരമ പോലുള്ള ഒരു പ്രസ്ഥാനത്തെ കൂട്ടിയ ഘട്ടത്തിലൊക്കെയാണ് ഇദ്ദേഹം ഈ പത്രം തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ ജയിൽ അടക്കപ്പെട്ടു. 1942 തൊട്ട് 43 വരെയുള്ള ഏതാണ്ട് 1 വർഷക്കാലം അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു. ആ സെൻട്രൽ ജയിലിലെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പ്രസിദ്ധമായ മതിലുകൾ എന്ന കഥ എഴുതുന്നത്. മതിലുകൾ ജയിൽ ജീവിതത്തെ കുറിച്ചുള്ള സാധാരണ പുസ്തകങ്ങളാണ് നമുക്കറിയാം. ജയിലിൻ്റെ ഉള്ളിലും എങ്ങനെ സർഗാത്മകത സാധ്യമാക്കാം എന്ന അന്വേഷണം എഴുതുന്നുണ്ട്. നമ്മൾ ജയിലിലെ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ജയിലിൽ ഞാൻ ചിലപ്പോൾ രാത്രി അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിലും പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനാവുന്ന പല വിഷയങ്ങളും ആശയങ്ങളും നമ്മുടെ തലയിൽ വരുന്ന ഒരു വല്ലാത്ത സമയമാണ് ഈ രാത്രിയിൽ ഉറക്കമില്ലായ്മ. ഇന്നലെ എനിക്ക് ആ അവസ്ഥയുണ്ട്. 2 മണിയോളം എന്തെങ്കിലും ആലോചിച്ചു, കുളിച്ചു, എന്നിട്ട് ഉറക്കുക, അങ്ങനെ അതൊന്നും കാരണങ്ങളില്ല.
അപ്പോൾ ഒരു അർത്ഥം നല്ലതാണ് എഴുത്തുകാർക്ക്. എങ്കിൽ പക്ഷെ അത് ശാരീരികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. അപ്പോൾ ജയിലിൽ പെട്ടുപോയ അനുഭവം, ബീങ് കൺഫൈൻഡ് എന്ന് പറയുന്ന അനുഭവത്തെ കുറിച്ചുള്ള വേവലാതികൾ എനിക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ, പുറത്ത് ഇറങ്ങാനാവാതെ. ആ സമയം അങ്ങനെ വളരെ നെഗറ്റീവായിട്ട് സ്ഥലത്തെയാണ് ജയിൽ എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ തടവറയാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഇദ്ദേഹം റോസാപ്പൂക്കൾ വളർത്തും. നമുക്ക് നല്ല ജീവിതം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. നല്ല ജീവിതം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ മേക്കിംഗ് ഓഫ് ലൈഫ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെയ്ഡ് ഓഫ് സ്ട്രക്ചർ. ഫ്യൂഡലിസം നമ്മൾ കാരണവന്മാരുണ്ടാക്കിയ ഘടനയാണ്. ജാതി അവിടെ ഉള്ള ഘടനയാണ്. പക്ഷെ പുതിയ കാലത്ത് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അത് ബഷീർ പറയാം. അതുകൊണ്ട് ജയിലകം അദ്ദേഹം ഒരു പൂന്തോട്ടമാക്കി പരിവർത്തിപ്പിക്കുന്നു. ആ പൂന്തോട്ടത്തിൽ തുടർച്ചയാണ് അപ്പുറം ഉള്ള നാരായണി. അത് നാരായണി യഥാർത്ഥ വിഷയമാണോ എന്നുള്ളത് വേറെ വിഷയം. ബഷീറിനോട് ചോദിച്ചോളൂ. പക്ഷെ എനിക്ക് ഒരു വായനക്കാരനെന്ന് എനിക്ക് തോന്നുന്നത് അത് ഈ പൂന്തോട്ടം ഉണ്ടാക്കി ശരിക്കും പൂന്തോട്ടം ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അണ്ണാ കൊട്ടനോട്, അതായത് അണ്ണാറക്കണ്ണനോടാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് ഇല്ലേ. ജയിലിൽ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ സങ്കല്പമായി അതിൽ. പക്ഷെ അതിന്റെ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ നാരായണി എന്ന് പറയുന്നത്. ഒറ്റ സ്ത്രീ മാത്രമേ അപ്പുറത്ത് പെൺജയിലുള്ളൂ, അതിലപ്പുറത്ത് പെൺജയിലുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സങ്കല്പം, അങ്ങനെ ഒരു നന്മയുണ്ട്, ഒരു നാരായണി, നന്മ നാരായണി വാക്കുകൾക്ക് എന്തൊരു സാമ്യമുണ്ടല്ലോ, ഉണ്ട് എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജയിലാണ്, ജീവിതം തന്നെ ജയിലാണ്. സസ്യത്തിന് ജയിൽ മാത്രമല്ല, ജീവിതം തന്നെ ജയിലാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാവാത്തൊരു അവസ്ഥയിലാണ് ജയിൽ എന്ന് പറയുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ മറ്റുള്ളവരെ പിന്നെ തകർത്തിന് മുൻ അതല്ല, നമ്മുടെ മനസ്സിന് പാകമാവുന്ന മട്ടിൽ സംഗീതാത്മകമായ ഒരു ജീവിതം ജീവിക്കാനാവുന്ന അവസ്ഥയാണ് നമ്മൾ ദുരിതം എന്ന് പറയുന്നത്. ആ ജയിലിൽ എല്ലാ ജീവിതം മുതലാളിത്തത്തിലുള്ള ജീവിതം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. തീരുമാനിക്കുന്ന ഒരു അധീശ ശക്തിയാണ്, അത് ജയിലാണ്. പക്ഷെ അങ്ങനെയുള്ള ജയിലിലും ഒരു ഉദ്യാനം, ഒരു പ്രണയത്തിന്റെ ഒരു സൗരഭ്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നമ്മൾ സൗരഭ്യം എന്ന പ്രശ്നം സാധനം പറയേണ്ടി വരില്ല. ബഷീറിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടി വരും. ഞാൻ അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ സൗരഭ്യം എന്ന പ്രശ്നത്തിൽ പറയുന്നതാണ്. ബഷീറിനെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ആ വാക്കും പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയത് മാനസികമായ നിർമ്മിതി എന്നുള്ള നിലക്കാണ് ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നാരായണിയെ കാണുന്നത്. അത് പക്ഷെ ഞാനൊരു വേറെ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അടൂരിന്റെ ഏറ്റവും മികച്ച സിനിമകൾ വന്ന് മധുരയാണ്. ഇപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് യൂട്യൂബിൽ നമുക്ക് കാണാത്ത സുഹൃത്തുക്കൾ കാണുന്ന വേഷിക്കുന്നു. മറ്റൊരു സിനിമ പിൽക്കാലത്ത് വന്ന മറ്റൊരു സിനിമയിലും ഇതേ ജയിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഷൂട്ട് ചെയ്തിരുന്നു. അത് ലോഹിതദാസിന്റെ ഭൂതകണ്ണാടി എന്ന സിനിമയാണ്. അതിൽ മമ്മൂട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്നു, അയാൾ കൊലപാതകം നടത്തുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് വിദ്യാധരൻ എന്ന പേര്. അപ്പോൾ ജയിലിൽ പോകുന്നു. അപ്പോൾ ജയിലിൽ ദ്വാരമുണ്ട്. ജയിൽ അതാണ് വിഷയം. ആ ദ്വാരം അടച്ചിരിക്കുന്നു, പക്ഷെ ഇദ്ദേഹത്തിന് അത് തുറന്നിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. ആ ബഷീർ കാണുന്നത്, പ്രതീക്ഷിക്കുന്നത്, ശബ്ദം കേൾക്കുന്നതായിട്ട് അദ്ദേഹം ആ രംഗത്ത് അടൂർ ചെയ്യുമ്പോൾ അടൂരിനെ ആശയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മറ്റാരെയും കാണിക്കില്ല. ഈ നാരായണിയുമായിട്ടുള്ള സംഭാഷണ സന്ദർഭങ്ങളിൽ മറ്റൊരു കഥാപാത്രത്തെയും കാണില്ല. ജയിലിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അനിയൻ ജയിലർ എന്ന് പറയുന്ന നല്ലവനായ ജയിലർ അടക്കം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റ് തടവുകാരുണ്ട്. അവരെയൊന്നും കാണിക്കാതെ ഈ ബഷീർ നാരായണിയും തമ്മിലുള്ള ഒരു സന്ദർഭത്തിൽ മറ്റാരും ഇല്ല, അവർ മാത്രമേ ഉള്ളൂ. ആ ബഷീറിന്റെ ഭാവനയാണ് സങ്കല്പിക്കാൻ അത് വെച്ച് എളുപ്പമാണ്. പക്ഷേ ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന വിദ്യാധരൻ എന്ന് പറയുന്ന കഥാപാത്രം കാണുന്നത് സ്ത്രീ പീഡനത്തിന്റെ, പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന രംഗമാണ്. അത് രണ്ട് കാഴ്ചപ്പാടുകളാണ്. ഗാന്ധിയൻ ആശയങ്ങൾ, ഗാന്ധിയെ തള്ളി പറഞ്ഞിരുന്നെങ്കിലും ഗാന്ധിയൻ ആശയങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ മൊട്ടത്തലേന്റെ ഉള്ളിലുണ്ട്. പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അണ്ണാനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ലോകത്തെ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് പിന്നെ കാണുന്ന അപ്പുറം പ്രതീക്ഷിക്കുന്നത്, അതിലപ്പുറം പ്രതീക്ഷിക്കുന്ന നാരായണി എന്ന ശുഭമായിട്ടുള്ള കാര്യത്തെയാണ്. പക്ഷെ പുതിയ കാലത്ത്, നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാണുന്നത് പീഡിപ്പിക്കപ്പെടുന്ന അനുസരിയാണ്. ആ വ്യത്യാസം ഒരേ ജയിലിന്റെ ചുമര്. ആ രണ്ട് കാലത്ത് രണ്ട് സർഗാത്മക പ്രതിഭകൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ചിത്രങ്ങളെ കുറിച്ചാണ്, രണ്ട് സന്ദർഭങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർ ടെക്സ്റ്റൽ ബന്ധം വെച്ച് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണെന്ന് പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ബഷീർ ജീവിച്ചു. അത് ബഷീറിന്റെ അവസാനം സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം സ്വാതന്ത്ര്യമാണ് നമുക്കറിയാം. ഹൂ വാണ്ട്സ് ഫ്രീഡം, ഹൂ ഈസ് ഫ്രീ. സുപ്രധാനമായ വാക്ക്, ഇംഗ്ലീഷ് വാക്യത്തിലാണ് ബഷീർ മധുരകൾ അവസാനിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട എന്താണ് സ്വാതന്ത്ര്യം, ആരാണ് സ്വതന്ത്രം? മുതലാളിത്തം പറയുന്നത് നിങ്ങൾക്കൊരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണ്. കടയിൽ പോയിട്ട് കാർഡ് കാണിച്ച് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരു തടവറയാണ്. അത് നമ്മൾ സാധനങ്ങൾ
നല്ലൊരു ഷർട്ട്, പുതിയ സാരി, അല്ലെങ്കിൽ പുതിയ ഇലക്ട്രോണിക് എക്വിപ്മെന്റ് ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടോ? എനിക്ക് സന്തോഷമുണ്ടാകുന്നത്. പക്ഷെ അത് ആ സന്തോഷം നൈമിഷികമാണ്. നിത്യമായ അസംതൃപ്തിയിൽ നമ്മളെ കൊടുക്കുക എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ ടെക്നിക്ക്. അതിനെ പരസ്യങ്ങൾ കാര്യമാണ്. നിത്യമായ സംതൃപ്തി, അതാണ് അതാണ് ഐഡിയോളജിയാണ്. അപ്പോൾ ഈ ഹൂ ഈസ് ഫ്രീ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഫ്രീ. നമുക്ക് സന്തോഷം വേണമെങ്കിൽ മറ്റൊരു വഴിയില്ല. നമുക്ക് വീണ്ടും ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകണം, വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കണം, പൈസ ഇല്ലെങ്കിൽ കടമ വാങ്ങിക്കണം. ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നത് മാന്യമായ ക്രെഡിറ്റ് കടമല്ലേ അർത്ഥം. പക്ഷെ അത് വളരെ മാന്യമായൊരു വാക്കായി മാറിയിരുന്നു. അപ്പോൾ ഈ വാക്യത്തിന് ഹൂ ഈസ് ഫ്രീ ഹൂ വാണ്ട്സ് ഫ്രീഡം എന്നുള്ള ആ വാക്യത്തിന് വലിയ അർത്ഥങ്ങൾ വരുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം.